എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കുറച്ച് പണിയുള്ള ദിവസമായിട്ടാണ്. അപ്പോൾ മുറ്റത്ത് ഇറങ്ങി കുറച്ച് കത്തിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിച്ചതിന് ശേഷം അതിൽ കയറി മക്കൾ വരുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മക്കളെ എത്തിനേക്കാൾ മുമ്പ് ചായ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രെഡ് ടോസ്റ്റാണ് ഉച്ചതിനത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും മക്കളൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് വർത്താനം പറയുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും വെക്കാത്ത കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, നല്ല പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് ഇടയ്ക്ക് അങ്ങനെ ട്യൂഷൻ ഓൺലൈനിൽ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഇത്തിരി മടി വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കറി വെക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇരട്ടി പണിയാട്ടോ. മക്കൾ വന്നിട്ട് വേണം പിന്നെ കറി വെക്കാനൊക്കെ നിൽക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ചക്ക പഴുത്തതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പണിയുള്ള ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ചക്ക തിന്നത്തപ്പോൾ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നിയിട്ടാണ്. അപ്പോൾ ചക്ക എടുത്ത് വേവിച്ചു ഏറ്റാദ്യം തന്നെ. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് നമ്മുടെ നാളികേരപ്പാലും പിന്നെ ചക്ക വേവിച്ചത് മിക്സിയിൽ അടിച്ചതും പിന്നെ ഏലക്കായ പൊടിയും കുറച്ച് ഏലക്കായപ്പൊടിയും കുറച്ച് ചുക്കിൻ്റെ പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഉണ്ടാക്കുന്ന സമയം കണ്ടിട്ട് കുറച്ച് ജീരകം കൂടി കഴുകിയതിന് ശേഷം പിന്നെ പാത്രത്തിൽ ഒന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവിയതിന് ശേഷം നമ്മൾ ഈ കിണ്ണത്തപ്പത്തിൻ്റെ മാവെടുത്ത് ഒഴിച്ച് ആവിമ വെച്ചു കിട്ടാം. അങ്ങനെ ഇന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കറി വെക്കാൻ നിന്നത്. വേറെ ഒന്നല്ല, കിണ്ണത്തപ്പത്തിൻ്റെ ഇടയ്ക്കൂടെ കറി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈമ മണം വരും. എന്ന് വെച്ചാൽ മീനാണ് വെക്കണത്. പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീനാണ് വെക്കുന്നത്. അപ്പോൾ ഉണക്കയിലും ഉണക്കസ്രാവ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കയില പിന്നെ മാങ്ങയും പിന്നെ ഇത്തിരി കോൽപ്പൊടിയും പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ഉണക്കയില കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, പനി പിടിച്ചപ്പോൾ തൊട്ടിട്ട് കഴിക്കാൻ തോന്നിയതാട്ടോ ഉണക്കയില. അപ്പോൾ നമ്മുടെ വായിക്കൊക്കെ നല്ല ചൊടിയല്ലേ ഉണക്കയില കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ വെക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പനിയൊക്കെ മാറിയപ്പോൾ ഉണക്കയില കൂട്ടിയിട്ട് ചോറുണ്ണാന്ന് വിചാരിച്ചിട്ട് ഉണക്കയില എടുത്ത് വെള്ളത്തിലിട്ട് കൂട്ടാം. അപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണക്കയിലേമ തൊട്ടുള്ളൂ, അല്ലെങ്കിൽ കൈ മുഴുവൻ മീൻ്റെ മണവും. പിന്നെ സ്രാവ് ഉണ്ടായിരുന്നു, ഉണക്കസ്രാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്രാവ് വയ്ക്കാൻ? ഞാൻ ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതിന് ശേഷം ഒന്ന് ചതക്കണ്ട, ഒല്ലിട്ടിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും കുത്തുമുളകും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി തിരുമ്പി കൂട്ടിയിട്ടിട്ട് വറക്കാട്ട. അപ്പോൾ നല്ല ചൊടിയാണ് അങ്ങനെ സ്രാവ് കഴിക്കുമ്പോൾ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ ചതയ്ക്കുമ്പോൾ നന്നായിട്ട് ഇടിച്ച സ്രാവ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ ചുവന്നുള്ളിയുടെ കുത്തുമുളകിൻ്റെ കുത്തൊക്കെ എടുത്തിട്ട് നല്ല ചൊടിയായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ മീൻ കാച്ചി വെച്ചാൽ ഞാൻ എൻ്റെ പണിയെടുത്തു. വേറെ ഒന്നല്ല, കുറച്ച് ചോറ് ഞാൻ എപ്പോഴും ഉണ്ടാ കാച്ചി വെച്ചാൽ ആ ചൂടോട് കൂടിയിട്ട് രണ്ടുള്ള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചതച്ചൂന്ന്, അത് ഞാൻ ഇങ്ങനെയായിട്ട് ചതച്ചത്. ആ ചതച്ചിലേക്കാണ് ചുവന്നുള്ളിയും പിന്നെ കുത്തുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാ മീൻ വറക്കണോ മറ്റേ. അപ്പോൾ മക്കൾക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ ഉണക്ക മീൻ വെക്കണത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് തന്നെ പിന്നെയും ഒരു ട്രിപ്പും കൂടി രാത്രി കഴിയുമ്പോൾ പിന്നെ ചോറൊക്കെ ഉണ്ടു. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.